ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു സമാസ് വേൾഡ്. അപ്പം നമ്മളിന്ന് വേറൊരു വ്ളോഗായിട്ട് തന്നെ വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അബഹയിൽ പോയിട്ടുണ്ടായിരുന്നു. അബഹേൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോയിൽ ഇതാക്കുന്നത്. അപ്പം തന്നെ ഇന്ന് ഹണി കോട്ടേജിൻ്റെ ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആണ് ഇടുന്നത്, പാർട്ട് 2 ആയിട്ട്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് നമ്മൾ അവിടെ പോയപ്പോൾ മഴയൊക്കെ ഉണ്ടായി. രണ്ടാമത് രാത്രി റിട്ടേൺ വന്നിട്ട് നമ്മൾ ഹണി കോട്ടേജ് കാണാൻ വേണ്ടിയിട്ട് കയറുന്നത്. ചെറിയൊരു ഇടനാഴി പോലെ ഒരാൾക്ക് കയറാനുള്ളൊരു വഴിയേ ഉള്ളൂ. അപ്പം എല്ലാവരും ക്യൂ നിന്നിട്ട് അതിങ്ങനെ കയറിയിട്ടുണ്ടായത്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായത് നമ്മൾ നാട്ടിലത്തെ പോലെ തേനീച്ച ഒരു ഭാഗത്തുണ്ടാവും, അതിനെ കൊണ്ട് തേൻ ഉണ്ടാക്കുന്ന ഓരോ പ്രൊസീജിയർ കാണിച്ചു തരും, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് ആ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നുമില്ല. ഓൺലി തേന് മാത്രമാണ് ഉള്ളത്, ചെറുതേനായിട്ടും വലിയ തേനായിട്ട്, അതായത് പല ടൈപ്പിലുള്ള തേനുകൾ മാത്രം. തേനീച്ചനെ കൊണ്ട് ഉണ്ടാകുന്ന പ്രൊസീജിയറൊന്നും കാണിക്കുന്നൊന്നുമില്ല. അപ്പം നമ്മൾ അത് കയറി. നല്ല രസമുണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ബിൽഡിങ് തന്നെ അത് പഴയൊരു ഹിസ്റ്റോറിക്കൽ പോലെ പഴയൊരു ബിൽഡിങ്ങൊക്കെ ഉണ്ടായത്. ഇപ്പം നിങ്ങളിവിടെ കാണുന്നുണ്ടാവും, ഇത് ഫുള്ള് തേനാണ്. പല ടൈപ്പിൽ പല ടേസ്റ്റുള്ള തേനുകളാണ്. ഇതൊക്കെ നമ്മൾ ക്യൂ നിന്നതിന് നമുക്ക് ഇതിൻ്റെ ഓരോ ടേസ്റ്റ് നോക്കാനും അവർ തരുന്നുണ്ട്. ചെറിയ ചെറിയ സ്പൂണിൽ നമുക്ക് ടേസ്റ്റ് നോക്കാനും വേണ്ടി തരുന്നുണ്ട്. കണ്ടില്ല, എത്രയാ തേനുകൾ, പല ടേസ്റ്റാണുള്ളത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ ഭാഗങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഇതിലിങ്ങനെ തേനീച്ചനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഓരോ ഭാഗങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം തേനെടുക്കുന്നതും തേനീച്ചൻ്റെ ഓരോ ഇതും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഓരോ പാട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു പഴയൊരു ബിൽഡിങ്ങാണ്, കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്ങിൽ നമ്മൾ പഴയൊരു ഇതാണ്. പിന്നെ ഇവിടെ കയറാൻ വേണ്ടിയിട്ട് പെരുന്നാളിൻ്റെ ടൈം ആയതുകൊണ്ട് 10-15 റിയാൽ അങ്ങനെ എന്തോ ഉണ്ടായിട്ടുണ്ടായത്. പക്ഷെ അതിൻ്റെ പുറത്തും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒന്നാമത് രാത്രിയും ആയതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിട്ടുണ്ടായിരുന്നു കാണാനും വേണ്ടിയിട്ട്. വേറെ തന്നെ ഒരു വൈബായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അബഹ എന്ന് പറഞ്ഞത് നമ്മൾ സൗദിയുടെ വേറെ തന്നെ ഒരു ഭാഗം തന്നെയാണ്. മിനി ഊട്ടി എന്നൊക്കെ പറയാം. നല്ല കാലാവസ്ഥയും നല്ലൊരു ഇതൊക്കെ, നല്ലൊരു വൈബൊക്കെ ഉള്ള നല്ലൊരു ഇതാണ്. കണ്ടില്ലെങ്കിൽ ഹണി കോട്ടേജിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും കാണാൻ നല്ല ഭംഗി ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം രാത്രി 9 മണി വരെ ആയിട്ടാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.